എന്തോ ആവട്ടെ, മാറ്റം അനിവാര്യമാണല്ലോ. എണീച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി അഭിനയിക്കാൻ വേണ്ടിട്ട്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു പേരിടൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. നൂലുകെട്ട് എന്ന് പറയും, 28 കെട്ട് എന്ന് പറയും. ആ ഒരു ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഏതായാലും ഇത് കടിച്ചു വരാം. ഇതിങ്ങൊക്കെ കാണുമ്പോൾ തോന്നുന്നു നമ്മൾ എന്തെങ്കിലും അടിയെല്ലാം കൂടി എല്ലാം വലിച്ച് വേർക്കി അലമാരെല്ലാം ചവിട്ടി പൂട്ടി ചിട്ടിയാന്ന്. സംഭവം ഒന്നുമല്ല. ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള ഇതൊന്നും തീർന്നില്ല കേട്ടോ. ഡൗട്ടൊന്നും തീർന്നില്ല. ഏകദേശം അരമണിക്കൂറായി തുടങ്ങിയിട്ട് ഏതിടണം എന്നുള്ളത്. എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇന്നും തീരുമാനമായില്ല. അങ്ങനെ ഒരുവിധം എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാനിത് നല്ല മുണ്ട് ഷർട്ടെല്ലാം വിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. എല്ലാവരും നല്ല ട്രഡീഷണൽ ലുക്കിലാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇതൊന്ന് പെരുമ്പോ നല്ല ഡിസൈൻ അല്ലേ, അടിപൊളി ഡിസൈനുള്ള സാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇറങ്ങാൻ പോകാം. ഇവിടെ വരുന്നില്ലേ? നീങ്ങുവാണോ ആദ്യം? നീങ്ങുവോ? നമ്മളെ നല്ല ട്രഡീഷണൽ ലുക്കിലാ വരുന്നില്ലേ? വാ. ഇത് ഫുള്ള് മോഡേൺ ഫാമിലി. ഇതെന്ത് കഥ? ഇതെന്നാ കാണുന്നടോ? ഇതെന്നാ കാണുന്നത്? അമ്മി മക്കള് ഫുള്ള് ന്യൂജനായിട്ട്. ഇതാടാ ഇങ്ങനെയൊക്കെയാ ഇങ്ങനെ ഇനി അവരെ ഓർമ്മിച്ച് കണ്ടുപിടിച്ച്. എന്താണ് പേര്? വല്ല ഐഡിയ ഉണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് വിളിച്ചേ? നിവിക. ഇച്ചോട്ട് ബേബി കൊടുത്തു കാണിച്ചാ? അത് ദേവി. അപ്പുറത്തുള്ളത് ഇത് എടുത്തേക്കാ കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം കാണാം. പ്രത്യേകം പറഞ്ഞിട്ട് രേഷ്മക്ക് വേണ്ടിയിട്ടാണ്. ആരും കാണാണ്ട് എടുത്ത് കൊണ്ട. അത് എന്നോട് തന്നെ കറക്റ്റ് പറയുകയും ചെയ്തു. ഇതൊന്നും സാധനം ഞാൻ കുടിച്ചില്ല. കുടിക്കട്ടാ കുച്ചി നല്ല അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വന്ന് നിന്നിട്ട് അതിങ്ങ് എടുക്കാൻ വേണ്ടിട്ട് രഞ്ജുവാട്ടിനെ പറഞ്ഞു വിട്ടു. ഞാൻ വിടുവാ. എച്ചിനിടാ സ്പെഷ്യൽ ഫസ്റ്റ് ചോറ്. ഏറ്റവും വെറൈറ്റി ആയത് അമ്മേന്റെ ഡ്രസ്സല്ലേ? വേറെ ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഏതാന്ന് ഡിസൈൻ? മോളെ ആ ഒരു ഉത്തരവാദിത്ത ബോധം കണ്ട. പാത്രം പഠിച്ചു എത്ര മേടിക്കുന്നതാ? പഠിച്ചു നോക്കാൻ എത്ര മേടിക്കുന്നതാ? അപ്പൊ നമ്മളിവിടെ പുന്നാടാണ് കേട്ടോ ഉള്ളത്. പുന്നാട് നമ്മള് ആരെയാന്ന് എന്താന്നൊന്നും പറഞ്ഞില്ല. പേര് വിളി ആരെയാന്ന് എന്താണെന്നും പറഞ്ഞില്ല. ഇത് പുന്നാടാണ് കേട്ടോ. പുന്നാട് നമ്മളെ ഇളയമേന്റെ മോളെ കുട്ടീൻ്റെ പേര് വിളി. അതായത് എൻ്റെ പെങ്ങള് ലേന, പെങ്ങളെ കുട്ടീൻ്റെ പേര് വിളിച്ചത് നമ്മളൊന്നല്ല. അല്ല, പേര് വിളി അല്ല, നേരത്തെ പറഞ്ഞത് പേര് സായിയുടെ ഒറ്റ പറയട്ടെ. പേര് നിഹിക. ചെറിയ പേര് നിവിക. പേര് നിവിക എന്നാണ് കേട്ടോ പേര്. എന്നാൽ അടിപൊളി പേരല്ലേ. അപ്പൊ കിട്ടാൻ ചാൻസ് ഇല്ല.
ഒന്ന് കാണിക്കും, ഇടക്കിടക്കൊന്ന് കാണിക്കും. കാണാൻ വേണ്ടി ഇടക്കിടക്ക് വന്നു നിൽക്കുന്നത്. മോഡേൺ ലുക്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല നമ്മള് മോളത്ര ഞാൻ ഇവിടെ നിർബന്ധിച്ചിട്ട് എന്നെ ഇത് ഇടിപ്പിച്ചതാ. അല്ല ഇവിടെ നിർബന്ധിച്ചിട്ട് ഞാനിതാ ഈ ഡ്രസ്സ് ഇടിച്ചിട്ട് ഇവിടെ ഈ ഡ്രസ്സ് ഞാൻ നിർബന്ധിച്ചിടിച്ചിട്ട് ഞാൻ ഒരു ടോപ്പ് ഇടാൻ വിചാരിച്ചു നിന്നതാ, എന്നെ നിർബന്ധിച്ചിട്ട് ഇത് ഇടിപ്പിച്ചതാ. അതെ ഞാൻ പറഞ്ഞ കുറച്ച് എന്നിട്ടല്ലടാ ഞാൻ ഈ മുണ്ടെല്ലാം ഇട്ടിട്ട് നിന്നിന്. ഞാൻ മുണ്ടിട്ടില്ലേ? എന്നിട്ട് ഞാൻ ഇടാണ്ട് നിന്നിട്ടില്ലല്ലോ. ഞാൻ നല്ല മുണ്ടിട്ട് നമ്മള് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പോ ഒരാളിങ്ങനെ മറ്റേ മോഡേൺ ലുക്കില് കൊറേ ആയി ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടിരുന്നു, ഇടാൻ നിൽക്കല്ലേ നോക്കുമ്പോ എല്ലാം മോഡേൺ ലുക്കില്. അതാ നമുക്ക് ഇങ്ങനെ ഇതാക്കാണല്ലേ, നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് സെറ്റ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ പെരുവിളി പരിപാടിയെല്ലാം കഴിഞ്ഞേട്ടാ. അപ്പൊ വീടിങ്ങനെ ഇരുന്നിട്ടല്ല, ഇനി ഇപ്പം പോണോ അതോ ഒരു രാത്രിക്കേക്കും കൂടി ഇരുന്ന് കഴിച്ചിട്ട് പോണോ? എന്നാ പിന്നെ പണിയില്ലേനു. ബിരിയാണിയുടെ രാത്രിക്കും കൂടി ഉണ്ട്. നമുക്ക് ഒരേ നിർബന്ധം നമ്മള് ചോറ് തിന്നിട്ട് പോയാ മതി. ചിക്കനില് ഭയങ്കര വില കൂട്ടില്ല, അതുകൊണ്ട് പീസ് ഒന്നും ഉണ്ടാവും രാത്രിക്കത്തേക്ക്. അതുകൊണ്ട് ചോറ് മാത്രമേ ഉള്ളൂ. ഞാനും ഇവളും പറഞ്ഞില്ല, നമുക്ക് ചോറ് വെക്കാൻ പോയിട്ട്. അതെ, പോയിട്ട് വെക്കണ്ടേ, രാവിലെ വന്നതാ ഇങ്ങോട്ട്. മീൻകറി ബാക്കിയുണ്ട്. പരിപാടികളൊന്നും അടിപൊളിയായിട്ട് കഴിഞ്ഞ് നല്ല ബിരിയാണി. കണ്ടിട്ടില്ലേ വന്നിട്ടാ? അൻവി ഒരേ ബിസിയാ. അൻവി വന്നതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് നടുക്കൊന്നും പോയത്, പിന്നെ അവിടെ കണ്ടിട്ടില്ല. നോക്കട്ടെ, ഞാൻ തപ്പി പിടിച്ചിട്ട് കാണിക്കാൻ പറ്റുമ്പോൾ കാണിക്കാം. എച്ചു നല്ല ഉറക്കത്തില്ല. എച്ച് ഒരു അലമ്പൂല്ലായിരുന്നു. എച്ച് കൂളിംഗ് ക്ലാസ് ഓക്കെ അല്ല ചെരുപ്പടക്കം ഉണ്ട് കേട്ടാ. അതാ ട്രെൻഡി ലുക്കാവുമ്പോ പിന്നെ എല്ലാം അതേപോലെ ആവണ്ടേ. എന്നത് വേറെ ഫുള്ള് മണ്ണ് വരങ്ങിട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇതെല്ലാം. പുതിയത് സെറ്റ് ആയിട്ട് ഫുള്ള് സെറ്റ്. ഇന്നലെ വാങ്ങിയോണ്ട് മണ്ണ് കൂളിംഗ് ക്ലാസ് വരെ കൂളിംഗ് ക്ലാസ് ഇല്ല. എന്തോ ആവട്ടെ, മാറ്റം അനിവാര്യമാണല്ലോ. നാളെ മുതൽ നീയും നമ്മളെ ഷോർട്സിൽ പുതിയ ആളുണ്ട് കേട്ടാ, അഭിനയിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോയാലും പിന്നെ ഷോർട്സ് എടുക്കാണ്ടിരിക്കൂല. അതുകൊണ്ട് സാധിച്ചതാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് പുതുമുഖ താരങ്ങൾ. വീഡിയോ അപ്പൊ നിങ്ങൾ എപ്പം കാണുന്നില്ല. ഇത് കള്ളല്ല കേട്ടോ, മദ്യപാന ആരോഗ്യത്തിന് ഹാനിയല്ല, അറിയില്ലേ? നിങ്ങൾ ഈ കഴിച്ച സാധനോ അല്ലെങ്കിൽ ഈ അളവ് തന്നെ കാണുമ്പോ തിരിയൂല. അന്നേരം നമ്മള് കുടിക്കുന്ന ഇതിപ്പോ അഭിനയിക്കുന്ന കട്ടൻ ചായ പിടിക്കുന്നതാണ് കേട്ടാ, പ്രത്യേകം അറിയിക്കുന്നത്. അങ്ങോട്ട് തന്നെ നോക്കി ക്യാമറമാൻ സാധിച്ചു കിട്ടിയ പാടി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ എണീച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചിട്ട് വേണം പറഞ്ഞിട്ട് നിങ്ങൾ നേരെ അങ്ങോട്ടേക്ക് നടക്കും. കട്ടൻ ചായ കുടിച്ചോണ്ട് തന്നെ അങ്ങോട്ടേക്ക് നടക്കും. ഇത്രയും സാധനം മാത്രം. ഇപ്പൊ ഇനി കട്ടൻ ചായ പറയറല്ലേ അഭിനയിക്കുമ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ സായിച്ച് എങ്ങനെ അഭിനയിക്കണമെന്ന്. കുറച്ചിങ്ങോട്ടോ അതേപോലെ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണാൻ. ഇവിടെ തന്നെ ഇവിടെ ആളല്ലേ എല്ലാരും ഇവരെ അഭിനയം നോക്കല, നല്ല രസമുണ്ട്. ഹലോ ഹലോ മതി അഭിനയിച്ചത്.